എല്ലാവർക്കും MEMMAS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെമ്മീൻ ഫ്രൈക്ക് രുചി കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചുവന്നുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഇതിനായിട്ട് നമ്മൾ 1 കിലോ ചെമ്മീൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പുരട്ടി വെക്കാനുള്ള അരപ്പ് ആദ്യം നമുക്ക് ശരിയാക്കാം. അതിന് നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 കുടം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ അരപ്പ് പിടിക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. 20 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഉള്ളി നമ്മൾ അരിഞ്ഞ് ചേർക്കുമല്ല, ഇതുപോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ചെമ്മീൻ വറുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കി ചെമ്മീനും കൂടി വറുത്തെടുക്കണം. ചെമ്മീനെല്ലാം നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ഇട്ട് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഒത്തിരി അങ്ങ് മൂത്ത് പോകാതെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ രുചികരമായ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.